ഹലോ ഗായ്സ്, ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു എന്താ വീഡിയോ വരാത്തത്, പിന്നെ കുറേ LBSനും ഡൗട്ടുകളൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ അവസാനമായി പുറത്തിറക്കിയ LBSൻ്റെ ഈ വർഷത്തെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് പാരാമെഡിക്കൽ സ്ട്രീംസിലോട്ടുള്ള അഡ്മിഷൻ്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണ് പബ്ലിഷ് ചെയ്തിരുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നോക്കാൻ പോകുന്നത്. പിന്നെ അതിനുശേഷം കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു എൻ്റെ റാങ്ക് ഇതാണ്, എനിക്ക് കോളേജ് ലഭിക്കുമോ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കഴിഞ്ഞ കൊല്ലം റാങ്കിൽ കയറിയവർ ഓരോ കോളേജിലും ഏതൊക്കെ റാങ്ക് വരാൻ കിട്ടിയതെന്ന ലിസ്റ്റ് ഇപ്പോഴും LBS സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ പോകും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ അത് നോക്കിയാണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ കോളേജുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. കാരണം എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു ഏകദേശം കിട്ടാൻ സാധ്യതയുള്ള റാങ്കും പിന്നെ ഓരോ കോളേജിലും അവസാനമായി കയറിയ റാങ്ക് എല്ലാതൊക്കെ നോക്കിയാൽ നമ്മൾ കുറച്ച് കോളേജുകളിൽ പേര് ചെയ്തിരിക്കണം. എന്നാൽ അതിന് കോളേജ് കൊടുക്കേണ്ട സമയമാകുമ്പോൾ നമുക്ക് കൃത്യമായി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റ് മുതൽ തന്നെ നമ്മൾ മാക്സിമം കോളേജ് കൊടുത്തിട്ടേ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുള്ളൂ. കഴിഞ്ഞ വർഷം പലർക്കും പറ്റിയ പ്രശ്നമായിരുന്നു. ഫസ്റ്റത്തെ അലോട്ട്മെൻറ്റിലൊക്കെ കുറച്ച് കോളേജ് മാത്രം കൊടുത്തു. പിന്നെ അവസാന അലോട്ട്മെൻറ്റിലാണ് അവർ കുറേ കോളേജ് കൊടുത്തത്. അപ്പോൾ ആ കിട്ടാൻ ചാൻസുള്ള കോളേജിലൊക്കെ സീറ്റ് ഫുള്ളായി കഴിഞ്ഞിരുന്നു. നിങ്ങൾ അതുകൊണ്ട് ഇക്കൊല്ലം എന്തായാലും ഇപ്പം തന്നെ ആ സൈറ്റിൽ കയറിയാണ്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജ് ഏതൊക്കെയാണ്, നിങ്ങളുടെ റാങ്ക് വെച്ച് കഴിഞ്ഞ കൊല്ലം കയറിയത് ഏതൊക്കെ കോളേജുകൾ എന്ന ലിസ്റ്റ് ഉണ്ടാക്കി ഒരു കോളേജിൻ്റെ പേരുകൾ ഒരു ലിസ്റ്റ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം. നമ്മൾ നേരെ വീട്ടിലേക്ക് കിടക്കാം. പിന്നെ ഈ റാങ്ക് സൈറ്റിനെ കുറിച്ച് പലർക്കും അറിയാം. കാരണം കഴിഞ്ഞ കൊല്ലം ഈ ചാനൽ തന്നെ ഇതിനെക്കുറിച്ച് കുറേ വീഡിയോസ് ഇട്ടിരുന്നു. ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഷെഡ്യൂൾ നോക്കാം. ഇപ്പോൾ അവസാനമായി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫൈനൽ സബ്മിഷൻ ആപ്ലിക്കേഷൻ ത്രൂ ഓൺലൈൻ അത് കഴിഞ്ഞു. 17/6/2025 അടുത്തായി നടക്കാൻ പോകുന്നത് പബ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റ ആഫ്റ്റർ വെരിഫിക്കേഷൻ. അത് 28/6/2025. റെക്ടിഫിക്കേഷൻ ഓഫ് കംപ്ലയിൻസ്, എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് ടിൽ 4/7/2025. പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് ഇടുന്നത് പ്രൊഫഷണലായിക്കാണ്ട് 12/7/2025 ഫൈനൽ 15 ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത് 15/7/2025 മുതൽ 18/7/2025 5 മണി വരെയാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് നടക്കുന്നത് 19/7/2025. ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് 22/7/2025 5 മണി വരെ. പബ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 23/7/2025. ഫീ റെമിറ്റൻസ് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റും 27/7/2025. പബ്ലിക്കേഷൻ ഓഫ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് 29/7/2025. ഫീ റെമിറ്റൻസും ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റും നടത്തുന്നത് 1/8/2025. പബ്ലിക്കേഷൻ ഓഫ് തേർഡ് അലോട്ട്മെൻറ്റ് 2/8/2025. ഫീ റെമിറ്റൻസ് 5/8/2025. ജോയിനിങ് കോളേജ് ഓൺ ഓർ ബിഫോർ August 9. ഇതാണ് ആ സൈറ്റ്. ഇതിൽ കഴിഞ്ഞ കൊല്ലം ഓരോ കോഴ്സിനും ഓരോ കോളേജിലും ആരൊക്കെ കയറിയിരിക്കുന്നത്, അവരുടെ റാങ്ക് എത്രയാണെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് കൊടുക്കുക. ഞാനിപ്പോൾ BSc നഴ്സിംഗ് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്താൽ അതിന് താഴെ ആ BSc നഴ്സിംഗ് കേരളത്തിൽ IMC അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഓരോ കോളേജിൻ്റെ ലിസ്റ്റ് വരും. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ ആ കോളേജിൽ കഴിഞ്ഞ വർഷം ആരൊക്കെയാണ് കയറിയത് എന്നൊരു ലിസ്റ്റ് കിട്ടും. അത് നമ്മൾ ചെയ്യേണ്ട ആദ്യം തന്നെ നമ്മുടെ കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം ആ കോളേജിൽ അവസാനം കയറിയ റാങ്ക് എത്രയാണ്, SMൽ കയറിയ റാങ്ക് എത്രയാണ്, നമ്മൾ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം കാറ്റഗറിയിൽ കയറിയ റാങ്കിൽ അവസാനത്തെ റാങ്ക് എത്രയാണെന്നൊക്കെ നമ്മൾ നോക്കണം. എന്നിട്ട് മാക്സിമം അതിലുള്ള അധിക കോളേജ് നോക്കാൻ ശ്രമിക്കുക. റാങ്ക് കുറഞ്ഞവർക്ക് കിട്ടാൻ ചാൻസുള്ള കുറേ കോളേജുകളുണ്ട്. കഴിഞ്ഞ കൊല്ലം ഒരു 8,000 10,000 വരെ റാങ്ക് ഉള്ളവർക്ക് കിട്ടിയ കോളേജുകളുണ്ട്. ആ കോളേജൊക്കെ നിങ്ങൾ കൊടുക്കാൻ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കാൻ മറക്കരുത്. അതൊക്കെ റാങ്ക് കുറഞ്ഞവർക്ക് കിട്ടാൻ ചാൻസുള്ള കോളേജുകളാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ സൈറ്റിലുള്ള അധിക കോളേജസും റാങ്ക് ലിസ്റ്റും, അഥവാ കഴിഞ്ഞ വർഷം ആ കോളേജിൽ ആരൊക്കെ കയറിയത്, ഓരോ കാറ്റഗറിയിലും കയറിയ ലാസ്റ്റ് റാങ്ക് എത്ര എന്നൊക്കെ നിങ്ങൾ എന്തായാലും ഉറപ്പായി നോക്കണം. അങ്ങനെ നിങ്ങളുടെ റാങ്ക് വെച്ച് കയറിയ കോളേജുകൾ ലിസ്റ്റ് ഉണ്ടാക്കണം. എന്നാലും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ എഫക്റ്റീവായിക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുന്നതാണ്. നിങ്ങൾ BSc നഴ്സിംഗിന് അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ കോഴ്സിന് കേരളത്തിനകത്തോ പുറത്തോ സീറ്റ് അന്വേഷിക്കുന്നവരാണെങ്കിൽ താഴെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുക്കാം. അതിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഫീ സ്ട്രക്ചറൊക്കെ പറഞ്ഞു തരുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട LBSന് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ LBS എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.